മഹാനവറുകൾക്ക് ബോധം കെട്ട് വീണപ്പോ അവരുടെ അരികത്തേക്ക് വരുന്നു മഹാനായ അലാ റളിയല്ലാഹു അൻഹു. ഭാര്യയോട് ചോദിച്ചു, മാ ബാലുഹു, എന്തേ അച്ചാ ഉസ്ലമി ഇങ്ങനെ ബോധം കെടാൻ കാരണം? പ്രഗൽഭനായ പണ്ഡിതനാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതനാണ്. അത്താ ഉസ്ലമി എന്തേ ബോധം കെട്ട് വീണത്? എന്തേ പ്രശ്നം? ഷുഗർ ഡൗൺ ആയതാണോ? പ്രഷർ ഡൗണോ? ലോ? എന്താണ് ആയത്? ഹൈ ആണോ? ലോ ആണോ? എന്താ വിഷയം? നമ്മൾ അങ്ങനെയാ ചോദിക്കുക. അത്താ ഉസ്ലമിയുടെ ഭാര്യയോട് വിഷയം തിരക്കിയപ്പോഴാ പറഞ്ഞത്, അയൽവാസികൾ കുറെ പഴയ സാധനങ്ങളെടുത്ത് കത്തിക്കാൻ വേണ്ടി തീ വെച്ചപ്പോ തീയാളി പടർന്നപ്പോൾ നരകത്തെ കുറിച്ച് ഓർത്ത് തലകറങ്ങി വീണുപോയതാണ് എന്റെ ഭർത്താവ് അത്താ ഉസ്ലമി എന്ന് ഉമ്മു ജഅഫർ റളിയല്ലാഹു അൻഹ. തീനാളം കണ്ടപ്പോ പേടിച്ചതാണ്. റബ്ബേ, നരകത്തിന്റെ തീ എന്തായിരിക്കും പടച്ചോനെ എന്ന് ഓർത്തുകൊണ്ട് അയൽവാസി കത്തിച്ച തീജ്വാലകൾ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകളെ ഓർത്ത് ബോധം കെട്ടു വീണ മഹാനായ അത്താ ഉസ്ലമി റളിയല്ലാഹു അൻഹു. എവിടെ എത്തി മുഅ്മിനെ? അവരുടെയൊക്കെ ചിന്ത നമ്മൾ ആലോചിച്ച് നോക്കി. എവിടെ എത്തി? എവിടെയാണ് അവരുടെ ഈമാൻ കിടക്കുന്നത്? എവിടെയാണ് നമ്മുടേത്? നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇങ്ങനെ ആലോചിക്കാൻ പറ്റും. തീജ്വാല കണ്ടപ്പോഴേക്കും നരകമോർക്കുന്നവർ. അതുകൊണ്ടാണല്ലോ സൂര്യകോളം നോക്കിയിട്ട് മുഅ്മിനീങ്ങൾ പറയേണ്ടത്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ തീജ്വാലകളായ ഗോളങ്ങൾ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ. എല്ലാ ഗോളങ്ങളും കത്തുകയാണ്. ഭൂമി കത്തുന്നില്ല. ഏതാനും ചില ഗ്രഹങ്ങൾ ഒഴിച്ച് നക്ഷത്രങ്ങളൊക്കെ കത്തുകയാണ്, കത്തിപ്രകാശിക്കുന്നവയാണ്. ഹൈഡ്രജനും ഹീലിയവും തമ്മിലുള്ള പ്രോസസ്. സൂര്യഗോളത്തിനുള്ളിൽ ബില്യൺ കണക്കിന് കൊല്ലങ്ങളായി ഇവിടെ സൂര്യപ്രകാശം നൽകുന്ന സൂര്യഗോളം തീജ്വാലകളാണല്ലോ റബ്ബേ. തീജ്വാലകളെ ആകാശത്ത് ഞങ്ങൾക്ക് വേണ്ടി പടച്ചു തന്ന റബ്ബേ, നീ തന്നെയാണല്ലോ നിന്നെ അനുസരിക്കാത്തവരെ കൊണ്ടുപോയിടുന്ന നരകവും പടച്ചത്. അല്ലാഹുവേ, റബ്ബനാ ഫഖിനാ അദാബന്നാർ. സൂര്യഗോളത്തെ നോക്കി പറയേണ്ടത്, റബ്ബേ, ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് ദുആ ചെയ്യേണ്ടവരാണ് നമ്മൾ. സൂര്യഗോളം കാണുമ്പോൾ നരകം ഓർമ്മ വരണം. പ്രപഞ്ചത്തിൽ ഒരുപാട് ഗോളങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നവയാണ്. ബിഗ് ബാങ്ങിന് ശേഷം, മഹാവിസ്ഫോടനത്തിന് ശേഷം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീജ്വാലകളാണ്. ഒരുപാട് ഗ്രഹങ്ങൾ, ഒരുപാട് ഗോളങ്ങൾ കത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ അങ്ങനെ എരിഞ്ഞ് പൊരിഞ്ഞ് തീജ്വാലകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നരകത്തിന്റെ കഷ്ണം പോലെ തീജ്വാലയായി നിൽക്കുന്ന തീച്ചൂളയാണല്ലോ നമ്മൾ ഈ കാണുന്ന സൂര്യൻ എന്ന് പറയുന്നത്. മില്യൺ കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അള്ളാഹു കൊണ്ടുപോയി വെച്ചപ്പോൾ നമുക്കതിന്റെ വലുപ്പം ചെറുതായി കാണുന്നു. എത്ര ദൂരെയാണത്? എന്നിട്ടതിന്റെ ചൂടെത്രയാണ്? അങ്ങനെയാണെങ്കിൽ സൂര്യഗോളത്തോടടുക്കുമ്പോൾ എന്തായിരിക്കും ചൂട്? അല്ലാഹുവേ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, ഉലുൽ അൽബാബ്, ബുദ്ധിമാനികളായ ആളുകൾ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്നോട് ചോദിക്കുന്നത് ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ എന്ന് ചോദിക്കുന്നവരാണ് അവര്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു രാത്രി എന്തെന്നില്ലാത്ത കരച്ചിൽ കേട്ടപ്പോ ആളുകളെല്ലാം ഓടി വന്നു സമാധാനിപ്പിക്കാൻ. എന്താണ് വിഷയം? മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങളോട് വല്ലാത്ത കരച്ചിലാണ്, വിഷമമാണ്. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ അല്ലാമ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവന്നു. ഒരു സുഹൃത്തായിക്കൊള്ളട്ടെ സമാധാനിപ്പിക്കാൻ. സുഹൃത്ത് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. തന്റെ കൂട്ടുകാരൻ മുഹമ്മദുൽ മുൻകദിറിനെ സമാധാനിപ്പിക്കാനാണ്. ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? എന്താ നിങ്ങൾ കരയാൻ കാരണം? അബൂ ഹസ്സം എന്നവർ ചോദിച്ചപ്പോ മറുപടി വരുന്നു, ഖറഅതു ഖൗലഹു തആല, സൂറത്തു സുമറിലെ ഒരായത്ത് ഞാൻ ഓതിയതാണ് വിഷയം. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തത് അവർക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോ, റബ്ബേ, രക്ഷപ്പെടുമെന്ന് വിചാരിച്ച നാൾ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാതിരിക്കുമോ? അള്ളാഹു പുറത്തു വരുമെന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലയോ?
അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗലോകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നപ്പോൾ നരകം നൽകപ്പെടുന്ന അവസ്ഥകൾ, ഈ വിവരം അള്ളാഹു പറയുന്ന സൂറത്ത് സുമറിന്റെ ആയത്തോതിയപ്പോഴാ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റളിയല്ലാഹു അൻഹു കരച്ചു നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയത്. കാണാത്തത് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമോ? രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ രക്ഷ കിട്ടിയില്ലെങ്കിലോ? ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂ ഹസ്ം റളിയല്ലാഹു തആല അൻഹു അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. രണ്ടുപേരും കരച്ചിലായി. കൂട്ടുകാർ ഓടി വന്ന് പറഞ്ഞു, അബൂ ഹസ്മേ, നിങ്ങളെ കൊണ്ടുവന്നത് ശൈഖ് അവറുകൾക്ക് ഞങ്ങളുടെ വാപ്പയെ സമാധാനിപ്പിക്കാനാണ്, നിങ്ങളും വന്ന് കരയുകയാണോ? രണ്ടുപേരും കൂട്ടക്കരച്ചിലായി. വിശുദ്ധ വചനമോർത്തുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളെ ഓർത്ത് കരയുന്നവർ. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. കരച്ചിൽ വരുന്നത് ഈമാനിന്റെ അടയാളമാണ്. കരയുന്നത് ഹൃദയം ലോലമായതിന്റെ അടയാളമാണ്. കണ്ണെന്ന് കണ്ണുനീര് വരുന്നത് ഖൽബിന്റെ ഉള്ളിൽ ഒരൽപ്പം ഈമാൻ ബാക്കിയുള്ളതിന്റെ അടയാളമാണ്. അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കാതിരിക്കുന്നത് അപകടമാണെന്നും അള്ളാഹുവിനോട് തരരുത് റബ്ബേ, അല്ലാഹുവേ, കരയാൻ പറ്റാത്ത കണ്ണുനീർ വരാത്ത കണ്ണുകൾ തരല്ലേ, നിന്നെ പേടിക്കാത്ത ഹൃദയം തരല്ലേ, ഉപകാരപ്പെടാത്ത ഇൽമു തരല്ലേ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും തരല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ ومن عين لا تدمع ومن نفس لا تشبع ومن دعوة لا يستجاب لها എന്ന് ഹബീബിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. അല്ലാഹുവേ, നിന്നോട് കാവൽ ചോദിക്കുന്നു. മിൻ നഫ്സിൻ ലാ തശ്ബഅ, ഒരിക്കലും മതിവരാത്ത ശരീരം, ഒരിക്കലും ആഗ്രഹം തീരാത്ത ശരീരം, ഒരിക്കലും തന്നെ മതിവരാത്ത ശരീരം. അങ്ങനെ വരല്ലേ റബ്ബേ, എനിക്ക് മതിവരണം. ഭക്ഷണമാണെങ്കിലോ പാനീയമാണെങ്കിലോ മറ്റെന്തോ ആസ്വാദനങ്ങളാവട്ടെ, ദുന്യാവിൽ മതിവരാതിരിക്കുന്നത് വലിയൊരു അപകടമാണ്. അല്ലാഹുവേ, നിന്നെ പേടിക്കാത്ത ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ, കരയാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ. വഊദു ബിക മിൻ ഐനിൻ ലാ തദ്മഅ, കരയാത്ത കണ്ണ് തരല്ലേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് നനവ് വരുന്നുണ്ടോ? കണ്ണുകൾ എന്ന കണ്ണുനീരുറ്റി വീഴുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നബി തങ്ങളുടെ മുമ്പിലാണ്, സ്വഹാബത്തിന്റെ മുമ്പിലാണ് ആളുകൾ വരാറുണ്ടായിരുന്നത്. നബിയേ, നബിയേ, കരയാൻ പറ്റുന്നില്ല നബിയേ, കണ്ണെന്ന് കണ്ണുനീരുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. കരയുന്നുണ്ട്. സീരിയലൊക്കെ കാണുമ്പോ, സിനിമ കാണുമ്പോ, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ആക്ടേഴ്സിന് വല്ല അപകടങ്ങളും സംഭവിക്കുമ്പോ, എന്തെങ്കിലും ഒരു എപ്പിസോഡ് മുടങ്ങിപ്പോകുമ്പോ നമ്മൾ കരയുന്നുണ്ട്. പെണ്ണുങ്ങൾ കരയാറുണ്ട്. സീരിയലിന്റെ അഡിക്റ്റുകളായ ആളുകൾ അതിൽ അഭിനയിച്ച് അവരോടൊപ്പം ലയിച്ചു ചേരാറുണ്ട്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ആരാണ് കരയുന്നത്? വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സഹോദരിമാർക്ക് എമ്പാടും മാതൃകയുള്ള മഹദിയല്ലയോ? മഹദിയുടെ മുമ്പിലേക്ക് ഇൽമു പഠിക്കാൻ വന്ന മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വന്നപ്പോ ബീവിയോട് പറഞ്ഞു, ബീവി മാ അക്തറ ഹുസ്നനാ, എന്തോ ഒരു സങ്കടമാണല്ലേ നമ്മൾ ഓർക്കുമ്പോൾ, പരലോകം കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഹസൻ എന്നവരോട് ബീവി പറഞ്ഞു, ഹസൻ എന്നവരെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ? സങ്കടം, ശരിയായ സങ്കടം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ശ്വാസം പോലും നിങ്ങൾക്ക് ശരിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, ശരിക്കൊന്ന് ശ്വാസം വിടാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക്. എന്ത് സങ്കടമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് അങ്ങോട്ട് തിരുത്തുകയാണ് മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ നരകശിക്ഷയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖത്റതാൻ, രണ്ട് തുള്ളികൾ, ആ തുള്ളികൾ വീഴുന്ന ശരീരത്തിന് നരകം ഹറാമാണ്. അള്ളാഹുവിന്റെ വഴിയിൽ ഉറ്റു വീഴുന്ന ഒരു രക്തത്തുള്ളി, അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരാൾ. അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണെന്ന് വരുന്ന കണ്ണുനീർ. ഈ രണ്ട് തുള്ളികൾ, ഒന്ന് രക്തത്തുള്ളിയാണ്, മറ്റൊന്ന് കണ്ണുനീർ തുള്ളിയാണ്. അള്ളാഹുവിന് വേണ്ടി ജിഹാദോ ധർമ്മസമരമോ ചെയ്യാൻ അവസരങ്ങളില്ലാത്ത ഇക്കാലത്ത് നമുക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ത്യാഗം ഇപ്പോഴും ബാക്കിയുണ്ട്. ഒരു തുള്ളി
കണ്ണുനീർ അല്ലാഹുവിന് വേണ്ടി വീഴ്ത്താൻ കഴിഞ്ഞാൽ ആ കണ്ണുകൾ നരകത്തിലേക്ക് കടക്കുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ومتصدق نخف التصدق لم يكن بما أنفقت يمناه علم شمالي ومن ذاكر الرب المهيمين خاليا ففاضت به عيناه خوف نكالي. 7 വിഭാഗം ആളുകൾക്ക് നാളെ അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമത്രേ. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ. ആ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ നബി തങ്ങൾ പറയുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. ആൾക്കൂട്ടത്തിൽ ബഹളം വെച്ച് കരയലല്ല, ഒറ്റക്കായിരിക്കുമ്പോ താനും അല്ലാഹുമല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്തെ ഒരു റൂമിൽ ഒറ്റക്ക് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അല്ലാഹു തആല അർശിന്റെ തണൽ വിരിക്കും. മഹ്ശറയുടെ ചൂടവർക്കുണ്ടാവുകയില്ലെന്ന്. കാലുകളുടെ കാൽമുട്ടിലേക്ക് തോളിലേക്ക് വിയർപ്പിലൊക്കെ മുങ്ങിക്കഴിയുന്ന ആളുകൾ ഉണ്ടാകുമത്രേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ആ ചൂടിൽ അല്ലാഹു തണൽ വിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഒറ്റക്കിരുന്ന് അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. കണ്ടോ, ആർക്കും കരയാൻ തോന്നുന്നില്ല. എല്ലാവർക്കും ഇഷ്ടം കോമഡിയാണ്. എല്ലാവർക്കും കോമഡിയാണ്. എപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ടിരിക്കുക, എപ്പോഴും തമാശ പറയാ, ചിരിക്കുന്ന പരിപാടികൾ. ചിരിയാണ് മനുഷ്യന് ആവശ്യം. എന്നാൽ ചിരിയോടൊപ്പം കരച്ചിൽ വേണ്ടേ? നബി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീലാ വലബകൈതും കസീറാ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ ഹബീബ് നടന്നു പോയപ്പോഴാ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെ നിങ്ങൾ ചിരിക്കുകയാണോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ സ്വർഗവും അല്ലാഹുവിന്റെ നരകവും അല്ലാഹുവിന്റെ ശിക്ഷയും ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിയുമെങ്കിൽ, ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ. നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുനീര് വരുന്നത് ഈമാനിന്റെ അടയാളമാണ്. من سرته حسناته وساءته سيئاته فذلك المؤمن قال رسول الله صلى الله عليه وسلم. പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതൊരു സത്യവിശ്വാസിക്ക് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഒരു സന്തോഷവും, സൽക്കർമ്മം ചെയ്യുമ്പോൾ സന്തോഷം. ഒരു നോമ്പെടുത്തു, അൽഹംദുലില്ലാഹ് എന്റെ നോമ്പ് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ് എന്റെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് വേണ്ടി അവന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റ്, ഒരു 2000, എന്തെങ്കിലും 2000, ഒരു 4000 എന്തെങ്കിലും എന്റെ വക കൊടുക്കാൻ ഒരു നിയ്യത്ത് ചെയ്യാൻ എന്നെ കൊണ്ടായല്ലോ, ഞാൻ പിന്നീട് കൊടുത്തേക്കാം. ഒരു നന്മ ചെയ്തു. ഒരു നന്മ ചെയ്യുമ്പോൾ സന്തോഷം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, തിന്മ സംഭവിക്കുമ്പോൾ പശ്ചാത്താപവും സങ്കടവും കരച്ചിലും വരുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ സംഭവിക്കുമ്പോൾ ഒരു സങ്കടം, നന്മ ലഭിക്കുമ്പോൾ ഒരു സന്തോഷം, ഇത് രണ്ടും ഉണ്ടാകുന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ചോർന്നു പോകുന്ന ഈ കാലത്ത് ഈമാനിന്റെ അടയാളങ്ങൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറകളിൽ അല്ലാഹു ഈമാനിൻ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് അൽ മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുന്നത് വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. ചൂടുള്ള ഒരു ദിവസം, നല്ല ചുടുകാറ്റടിക്കുന്ന ഒരു ദിവസം, മരുഭൂമിയിലെ ചൂട് നമുക്കറിയുമല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ ദാഹിച്ച് അവശരായി നിൽക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം, തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നു. തണുത്ത ഒരു ഗ്ലാസ് വെള്ളം. അന്നൊക്കെ മൺകൂജയില, നമ്മളൊക്കെ മുമ്പ് അങ്ങനെ ആ തണുപ്പ് കൂളാക്കിയിരുന്നല്ലേ. ഇപ്പൊ ഫ്രിഡ്ജായി. ഫ്രിഡ്ജിന്റെ ഒക്കെ നിഅമത്ത് എത്ര വലിയ നിഅമത്താ മുഅ്മിനീങ്ങളെ. ഒരു സ്വിച്ച് ചെയ്തു, നമ്മുടെ റെഫ്രിജറേറ്റർ തണുപ്പിക്കാൻ. കാറിൽ നമ്മളൊരു ബട്ടൺ അമർത്തുന്നു, AC വരികയാണ്. നല്ല തണുപ്പുള്ള കാലമാണ്. ആ നോബ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു, അല്ലെങ്കിൽ വേറൊരു ബട്ടൺ അമർത്തി, ചുടുകാറ്റ് വരുന്നു. ഒരു ബട്ടൺ കൊണ്ട് നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വലിയ നിഅമത്തല്ലേ. വീടുകളിൽ AC ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനത്തിലുണ്ടെങ്കിൽ നമുക്ക് തണുപ്പിക്കാനും ചൂടാക്കാനും വാട്ടർ ഹീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ തണുപ്പിക്കുന്ന റെഫ്രിജറേറ്റർ ഉണ്ട്. ഇതൊക്കെ വലിയ നിഅമത്തുകളല്ലേ. വലിയ അല്ലാഹുവിന് എങ്ങനെ അതിനൊക്കെ നന്ദി പറയാം. വളരെ വലിയ നിഅമത്തുകളല്ലേ.
മാഷാ അല്ലാഹ്, എത്ര നമ്മൾ നിഅമത്ത് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം, എത്ര ശുക്ർ ചെയ്യണം. നോമ്പ് തുറക്കുന്ന സമയം എത്ര മനോഹരമായ വിഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. മിനിമം തണുത്ത വെള്ളം കിട്ടുന്നില്ലേ? ചെറിയ നിഅമത്താണോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് അന്ന് തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നു. അത് റെഫ്രിജറേറ്റർ തണുപ്പിച്ചതല്ല, മരുഭൂമിയുടെ ചൂടിൽ തന്നെ ഒരു മൺകൂജയിൽ വെച്ച് ഒരൽപ്പം തണുത്തുറഞ്ഞ വെള്ളം. ചൂടില്ല എന്നതിനർത്ഥമുള്ളൂ. മരുഭൂമിയുടെ കാലാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. അന്നത്തെ ഓല കൊണ്ടുമേഞ്ഞ വീട് നമ്മൾ ഓർക്കണം. ആ വീട്ടിനകത്താണ് തണുത്ത വെള്ളം എന്ന് പറയുന്നത്. മഹാനവറുകൾ അത് വായിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയാൻ തുടങ്ങി, വെള്ളം കുടിക്കാതെ. ചോദിച്ചു, മാ യുബ്കീക്, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ദക്കർതു ഖൗലല്ലാഹ്, അല്ലാഹു പറയുന്നത് ഞാൻ ഓർത്തുപോവുകയാണ്. സൂറത്തു സബഇൽ അല്ലാഹു പറയുന്നുവല്ലോ, വഹീല ബൈനഹും വബൈന മാ യഷ്തഹൂൻ. നരകത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക് അവരുദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്നത് വെള്ളമാണ്. ദാഹിക്കുമ്പോ വെള്ളം തരണേ എന്ന് അവർ ചോദിക്കുമ്പോ നരകവാസികൾക്ക് അതവിടെ കൊടുക്കപ്പെടുന്നില്ലല്ലോ. നരകവാസികൾക്ക് വെള്ളം കൊടുക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞത് കേൾക്കുമ്പോ റബ്ബേ, അല്ലാഹുവേ, ഈ ഒരു ഗ്ലാസ് വെള്ളം കൊതിക്കുന്ന നേരത്തെ കിട്ടാതെ പോകുന്ന ദൗർഭാഗ്യം എനിക്ക് സംഭവിക്കുമോ എന്നോർത്ത് കരയുകയാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, നരകവാസികൾ സ്വർഗ്ഗവാസികളെ വിളിക്കുന്നു. അന്നഫീദു അലൈനാ മിനൽ മാ, നരകക്കാർക്ക് സ്വർഗ്ഗക്കാരെ കാണാൻ കഴിയും. അത് തന്നെ വലിയൊരു പരീക്ഷണമാണ്. നരകത്തിൽ കിടക്കുന്നവർക്ക് സ്വർഗ്ഗവാസികളെ കാണാം, സ്വർഗ്ഗവാസികൾക്ക് നരകക്കാരെയും കാണാം. നരകക്കാര് പറയും സ്വർഗ്ഗക്കാരോട്, ഒരൽപ്പം വെള്ളമൊന്ന് എറിഞ്ഞു തരുമോ, അവിടുന്ന് ഒരു ബോട്ടിൽ വെള്ളം തരുമോ? അന്നഫീദു അലൈനാ മിനൽ മാ, അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളിൽ വെള്ളമൊന്ന് തരുമോ, കുറച്ച് വെള്ളം തരുമോ? ദാഹിച്ചിട്ട് വയ്യ എന്ന് നരകത്തിൽ കത്തിയാളുന്ന മനുഷ്യന്മാർ ചോദിക്കുമ്പോ, ഔ മിമ്മാ റസഖകുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പഴവർഗ്ഗങ്ങളോ ഭക്ഷണമോ ഒരാപ്പിളോ ഒരു മുന്തിരിയോ എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു തരുമോ? എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു തരുമോ? അല്ലാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം തരുമോ എന്ന് നരകവാസികൾ അവരോട് യാചിക്കുന്ന നേരത്ത് ഖാലൂ, സ്വർഗ്ഗവാസികൾ പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഭൂമിയിൽ ജീവിച്ച കാലത്ത് അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക്, അല്ലാഹുവിനെ തിരിച്ചറിയാത്തവർക്ക്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവർക്ക് ഇന്നല്ലാഹ ഹറമഹുമാ, സ്വർഗീയ ഭക്ഷണവും സ്വർഗ്ഗത്തിലെ വെള്ളവും അല്ലാഹു അവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു, തരാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഹീല ബൈനഹും വഹീല ബൈനഹും വബൈന മാ യഷ്തഹൂൻ, കൊതിച്ചുപോയത് കിട്ടാതെ വരുന്നൊരു രംഗമുണ്ടല്ലോ. നരകവാസികൾക്ക് വെള്ളമാണ് വേണ്ടത്, അത് ചോദിക്കുമ്പോൾ നൽകപ്പെടാത്തൊരു രംഗം ഞാൻ ഇങ്ങനെ ഓർത്തുപോവുകയാണ്. ഇന്നതൊക്കെ കുടിക്കാൻ കഴിയും, നാളെ നരകവാസികൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിച്ചു പോകുമോ, എനിക്ക് ഈ വെള്ളം കിട്ടാതെയാകുമോ എന്നോർക്കുകയാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോനും മുത്തബിഉസ് സുന്ന, അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങനെ പിൻപറ്റിയ സ്വഹാബിയാണ്, നബിയുടെ സുന്നത്ത് അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എങ്ങനെയാ സുന്നത്ത് എന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താണ് ചെറുതായിട്ട്. നമ്മളിപ്പോ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, ഈ വസ്ത്രത്തിന്റെ തലമറക്കലും അതുപോലെ നബി തങ്ങളുടെ വേഷം ധരിക്കലൊക്കെ നമ്മൾ അലർജിയായി കാണുന്ന നമ്മുടെ നാട്ടിലെ ചില സുഹൃത്തുക്കൾ അറിയാത്തത് കൊണ്ടാണ്. സ്വഹാബത്ത് എങ്ങനെയാ അത് മനസ്സിലാക്കിയെന്ന് അറിയാത്തത് കൊണ്ടാണ്. മുത്തബിഉസ് സുന്നയായ ഉമർ തങ്ങളുടെ ഈ മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്ത അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു മുള്ളെങ്ങാനും വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങളുടെ കൂടെ പോയപ്പോ അവർ തല താഴ്ത്തിയിട്ട് ഒന്ന് കുനിഞ്ഞിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം, നബി തങ്ങളുടെയൊക്കെ വഫാത്തിന് ശേഷം ആ വഴിയിൽ ഒരു മുള്ളോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അന്നേരം അവിടെ ഉണ്ടാവില്ല. എന്നാലും മഹാനവറുകൾ നടക്കുന്ന നടത്തത്തിൽ ഒന്ന് കുനിയും. അപ്പൊ ചോദിക്കും, എന്തിനാണിത്? അന്ന് ഞങ്ങൾ നബിയോട് കൂടെ പോകുമ്പോ ഇവിടെ ഒരു മുള്ളുണ്ടായിരുന്നു, തങ്ങൾ കുനിഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ കുനിയാണ്. മാഷാ അല്ലാഹ്, ഇത് ഹുബ്ബാണ്, ഇത് സ്നേഹമാണ്.
ഇതാണ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടാതെ പോകുന്ന ഒരു വലിയൊരു ദൗർഭാഗ്യം. ഹുബ്ബ് കിട്ടൂല, സ്നേഹമല്ല നബിതങ്ങളോടോ അള്ളാഹുവിനോടോ, ഖൽബിന്റെ ഉള്ളിൽ ഒരു അടുപ്പം കിട്ടൂല. എല്ലാ നിസ്കാരം റെഡിയാണ്, നോമ്പുണ്ട്, സക്കാത്ത് ഒക്കെ ശരിയാണ്, പക്ഷേ ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സ്നേഹമുണ്ടല്ലോ, അത് കിട്ടുന്നുണ്ടോ? ഇല്ല. മുഖത്തൊരു പ്രകാശവും ഈമാനിന്റെ പ്രഭയും അള്ളാഹു എടുത്തു കളയും. അതാണ് എന്തുകൊണ്ട് ഹബീബിനോടുള്ള ഹുബ്ബില്ലാത്തതിന്റെ പേരിൽ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചില വഴിക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ടവർ വഴിതെറ്റി പോകുന്ന, ചില റൂട്ടിൽ ഡയറക്റ്റ് പോകുന്ന റൂട്ടിൽ നിന്ന് വഴിതെറ്റി പോകും. ഇവിടുന്ന് ഫറൂഖിലേക്ക് ഉദാഹരണം പറയാം. ഡയറക്റ്റ് നേരെ പോകുന്ന വഴി ഉണ്ടാകും, എന്നാൽ വേറെ ഏതെങ്കിലും ഒരു ഡി റൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വഴിക്ക് കുറുക്ക് വഴി വേറെ കാണും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഹബീബിന്റെ കൂടെ പോയ യാത്രകളെ ഓർത്തെടുക്കുമ്പോ ആ വഴിയിലൂടെ പോകുമ്പോ ബഹുമാനപ്പെട്ടവർ നേരെ വഴി കാണും, കൂടെയുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട് വഴി, ബഹുമാനപ്പെട്ടവർ നേരെ റോങ്ങിലേക്ക് പോകും. അപ്പൊ എന്തേ ഇതിലല്ലേ വഴി എന്ന് ചോദിക്കും. അല്ല, അന്ന് ഞങ്ങൾ ഹബീബിന്റെ കൂടെ പോകുമ്പോഴേ നബി ഞങ്ങൾക്ക് അന്ന് ഇവിടെ വഴിതെറ്റിയിരുന്നു, ഞങ്ങൾ ഈ വഴിയിൽ വഴിതെറ്റി കുറച്ച് ദൂരം പോയി പിന്നെ തിരിച്ചു വന്നതാണ്. ഹബീബ് പോയത് ഞാനൊന്ന് പോയി വരട്ടെ. നബി തങ്ങൾ നടന്നു പോയ ആ വഴിയിൽ മനഃപൂർവ്വം പോയി തിരിച്ചു വന്നിരുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ആരും ഇതൊന്നും ബിദ്അത്താന്നോ ഇസ്ലാമെന്നോ പുറത്താന്നൊന്നും പറഞ്ഞില്ല. എന്തേ? ഇത് സ്നേഹമാണ്, ഇത് ഹബീബിനോടുള്ള സ്നേഹമാണ്. അവിടത്തെ അംഗീകരിക്കുകയും ഹബീബിനെ ജീവിതത്തിലേക്ക് ആവാഹിക്കുകയും ചെയ്ത സ്വഹാബിയാണ് നമ്മുടെ മഹാനായ ഉമർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മഹാനവറുകൾ ആ വെള്ളം കുടിക്കുമ്പോ റബ്ബേ, നാളെ പരലോകത്ത് ഇത് കൊതിക്കുന്ന നേരത്ത് നൽകപ്പെടാത്തൊരവസ്ഥ വരുമല്ലോ റബ്ബേ എന്നോർത്ത് ചൂടുള്ള ഒരു ദിവസം തണുത്ത വെള്ളം കിട്ടിയപ്പോ കുടിക്കാതെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു പോയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇത് പഠിപ്പിക്കുന്നത് നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകൾ നമ്മുടെ മക്കളൊക്കെ ആലോചിക്കുക. വെറും ഗെയിമുകളും അതുപോലെ തന്നെ ഏത് സമയവും കമ്പ്യൂട്ടറിൽ, ഏത് സമയവും മൊബൈൽ ഫോണിൽ, ഏത് സമയവും ഗെയിമിന്റെ മുമ്പിൽ ഇരുന്ന് സമയം കളയുന്ന നമ്മുടെ കൊച്ചുമക്കളെ ഒന്ന് ആലോചിക്കണേ. നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത നിഅമത്തുകൾ നിസ്സാരമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും സമയം കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സാധനങ്ങൾ, ഇതിനൊക്കെ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. എങ്ങനെ? നന്മക്ക് ഉപയോഗിക്കുക, സമയം കൊല്ലാതിരിക്കുക, അതന്നെ ശുക്ർ. മുഴുവൻ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടി അതാ. മൊബൈൽ ഫോൺ കൊടുക്കുക, കളിച്ചോട്ടെ. കുട്ടി വേറെ ഒരു ബുദ്ധിമുട്ടും അടുക്കളയിൽ വന്ന് ഡിസ്റ്റർബ് ചെയ്യൂലല്ലോ, എവിടെയെങ്കിലും പോയി കളിച്ചോട്ടെ. അപ്പൊ കുട്ടി അങ്ങനെ വൈകുന്നേരം വരെ 4-5 മണിക്കൂർ കുട്ടി അങ്ങനെ യൂട്യൂബിലും അവിടെ ഇവിടെയും ഗെയിമൊക്കെ കളിച്ചിട്ട് കണ്ടിട്ട് അങ്ങനെ സമയം കളയാണ്. എത്ര വലിയ നിഅമത്ത് അല്ലാഹു തന്ന കണ്ണാണ്. ടെക്നോളജി അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. നമ്മുടെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അല്ലാഹു ചെയ്ത വലിയ വലിയ നിഅമത്തുകളാണ്. എന്നാൽ ഈ മക്കൾക്ക് ഒരു വിശുദ്ധ ഖുർആനിന്റെ ഒരു ആപ്പ് കൊടുക്കുക. അല്ലാഹുവിന്റെ ദീനിന്റെ ഖുർആൻ ലൈവ് പാരായണം ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്, അത്തരം ആപ്പുകളുണ്ട്. കുട്ടികൾ കൊടുക്കുക, അവരത് കേൾക്കട്ടെ, നിരന്തരം അവരത് പഠിക്കട്ടെ. ഏതെങ്കിലും നല്ല വാദുകളോ പ്രഭാഷണങ്ങളോ ഉണ്ട്, മക്കൾക്ക് അത് കേൾക്കാൻ അവസരം കൊടുക്കുക. ഇസ്ലാമികമായ ഗെയിമുകളുണ്ട്, അങ്ങനെയുണ്ട് ഇസ്ലാമികമായ ഗെയിമുകൾ. ചില വെബ്സൈറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. islamicplayground.com ഉദാഹരണം പറയാം, islamicnet.com, അങ്ങനെയൊക്കെ ഒരുപാട് വെബ്സൈറ്റുകൾ. നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഗെയിമുകളുണ്ട്, ഇസ്ലാമിക് ഗെയിമുകളുണ്ട്. അതുപയോഗിക്കേണ്ടതിന് പകരമാണ് കണ്ട കാർട്ടൂൺ ഫിഗറും നമ്മുടെ സ്പൈഡർമാനും അതും ഇതൊക്കെ നമ്മുടെ കൊച്ചുമക്കൾ അവരുടെ കൽബിലേക്ക് യൂറോപ്പുകാരൻ, ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ അമേരിക്കക്കാർ പടച്ചുവിടുന്ന സാങ്കല്പിക കഥാപാത്രങ്ങളെ നമ്മുടെ മക്കൾ ആവാഹിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ കുട്ടിക്ക് പേടി, രാത്രി പേടിച്ച് കരയാണെന്ന്. എന്തവർ കാണുന്ന അങ്ങനെ അത്രയും പേടിപ്പിക്കുന്ന ചില കാർട്ടൂണുകൾ കാണുന്നുണ്ടാവും, പിന്നെ അവർ പേടിച്ച് കരയാണ്ടിരിക്കുമോ? നമ്മുടെ മക്കളൊക്കെ എത്രക്ക് അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടവരാ, നമ്മളെത്ര ശുക്ർ ചെയ്യേണ്ടവരാ. നമ്മുടെ വീടിന് ഒന്നുമില്ല, വാടക വീടാണെന്ന് വിചാരിക്കുക, വാടക കൊടുക്കാനുള്ള കഴിവൊന്ന് തന്നിട്ടുണ്ടല്ലോ. വാടക കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, എന്നാലും എൻ്റെ ആരോഗ്യം അല്ലാഹു എടുത്തു കൊണ്ടുപോയിട്ടില്ലല്ലോ, എനിക്ക് അധ്വാനിക്കാലോ. അസുഖമായി കിടക്കുകയാണ്, എന്നാലും റബ്ബേ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള നാവെനിക്ക് നീ ബാക്കി വെച്ചല്ല റബ്ബേ. എന്ത് ചിന്തിച്ചാലും നമ്മൾ ഒരു നന്മ മുമ്പിലാണ്. അല്ലാഹുവിനോട് നമ്മൾ എത്രക്ക് നന്ദി പറയണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് വെള്ളത്തിന് പറയുന്ന നന്ദിയാണ്. എനിക്കറിയില്ല നമ്മുടെ ഈ കടലുണ്ടി നഗരത്തിലൊക്കെ നോമ്പുതുറയുടെ വിഭവങ്ങൾ എത്ര സമൃദ്ധമാണെന്നറിയില്ല. എത്ര നന്ദി പറയേണ്ടി വരും. ഓരോരോ പലഹാരങ്ങളും. മുട്ടമാലൊക്കെ എപ്പോഴും ഇവിടെ അല്ലേ? വേപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് ഏരിയകളൊക്കെ വിഭവമായ മധുര പലഹാരങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് മുമ്പൊക്കെ. ഇനിയിപ്പോൾ അതൊക്കെ ഫറൂഖൊന്നും വാങ്ങിക്കൊണ്ടല്ലാണോ എന്നറിയില്ല. മാഷാ അല്ലാ. എന്തായിരുന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ എത്ര നിഅമത്ത് പറയണം, എത്ര ശുക്ർ പറയാം, എത്ര അൽഹംദുലില്ലാ. ഓരോ ഉരുളയുടെ കൂടെ അൽഹംദുലില്ലാ ബിസ്മില്ലാ പറയേണ്ടി വരുന്നതാണ്.
നമ്മൾ മുമ്പൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മില്ല, കഴിയുമ്പോൾ അൽഹംദുലില്ലാ എന്നാണ്. അല്ലമ്മ പറയാ, ഇന്ന് അല്ലാഹു നിഅമത്ത് കൂട്ടിത്തന്നില്ലേ. ഓരോ പത്തിരി കഷ്ണം കഴിക്കുമ്പോഴും കറി കഴിക്കുമ്പോഴും ഓരോ ഉപ്പേരിയുടെ കൂടെ ഓരോ സൈഡ് ഡിഷിൻ്റെ കൂടെയും ഒരു ബിസ്മില്ലയും ഒരു അൽഹംദുലില്ലയും പറയേണ്ടി വരും. അത്രക്കും നിഅമത്തുകളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നിസ്സാരമായി കണ്ടുകൂടാ. ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അബ്ദ അൻ യഅകുല വയശ്റബ ഫയഹ്മദഹു അലൈഹാ. അല്ലാഹുവിന് അവന്റെ ഒരടിമ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഇഷ്ടമാണ്. ഫയഹ്മദഹു അലൈഹാ, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് കഴിക്കുകയും അള്ളാഹുവിന്റെ നാമത്തിൽ സ്തുതി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോ ആ ഭക്ഷണം അള്ളാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് കഴിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന വലിയ വലിയ മാതൃകകളാണിത്. ഒരു ഗ്ലാസ് വെള്ളമോർത്ത് കരഞ്ഞുപോയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ വീട്ടിലിരിക്കുമ്പോഴാണ് എന്തെന്നില്ലാത്ത കരച്ചിൽ വീട്ടുകാർ കേൾക്കുന്നത്. ഭാര്യയും കുട്ടികളൊക്കെ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ദകർതു ദംബൻ അദ്നബതുഹു ഫബകൈത്. ഞാൻ ചെയ്തു പോയ ഒരു പാപമോർത്ത് ഞാൻ കരയുകയാണ്. ഞാൻ ചെയ്തു പോയൊരു പാപം എനിക്ക് ഓർമ്മ വന്നപ്പോ അതോർത്ത് ഞാൻ കരയുകയാണ് എന്ന് ലോകപ്രസിദ്ധനായ ഹദീസിന്റെ പണ്ഡിതൻ അൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല ഇറാഖ് കണ്ട ബസ്ര കണ്ട പ്രഗൽഭനായ ആലിമാണത്. ഹസനുൽ ബസ്രി തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ ഒരുപാട് കാലം ജീവിച്ചു വളർന്ന നബി തങ്ങളുടെ കുടുംബവുമായി ബന്ധമുള്ള ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അദ്നബതു ദംബൻ, ഒരു തെറ്റ്, ഉലമാ പറയാ, പടച്ച റബ്ബേ, ഒരു തെറ്റോർത്തുകൊണ്ടാണ് ഈ കരച്ചിലെങ്കിൽ നമ്മളൊക്കെ എത്ര ഓർത്ത് കരയണേ, എത്ര കരയണം. ഇന്നകും ലതഅമലൂന അശിയാ കുന്നാ നഉദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. നിങ്ങൾ എന്ന് ചെയ്യുന്ന പലതും നിങ്ങൾ മൂക്കത്ത് ഈച്ചരിക്കുമ്പോൾ കൈയാട്ടുന്ന പോലെ. ഒരു പാട്ട് സീനല്ലേ, ഒരു സിനിമയല്ലേ, അതിലെന്താ കുഴപ്പം എന്ന് പറയുന്ന അത്രയും ലാഘവത്തിൽ ഒരു പലകയല്ലേ, ഒരു അന്യ പെണ്ണിന്റെ ഫോട്ടോ ലൈവ് കാണുന്നതിനേക്കാളും ഏറ്റവും വൾഗറായ മോശമായ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന പരസ്യ പലകകൾ നമ്മുടെ റോഡുകൾക്ക് ചുറ്റും നടക്കുമ്പോ, നമ്മുടെ മതിലുകളിൽ സിനിമാ പോസ്റ്ററുകൾ ഒട്ടിച്ചു പോകുമ്പോ, നമ്മുടെ കണ്ണുകൾ മലീമസമാകുന്ന രീതിയിൽ ചിന്തകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിലുള്ള വിവിധങ്ങളായ കമന്റുകൾ നമ്മൾ വായിച്ചു പോകുമ്പോ, നമ്മുടെ ഓരോ യാത്രയിലും ഓരോ വഴിവെക്കിലൂടെയുള്ള നടത്തത്തിലും എത്ര പാപങ്ങളാണാവോ നമ്മൾ അള്ളാഹു നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ എണ്ണങ്ങൾ എത്രയാണ്. ഹസൻ ബസ്രി തങ്ങൾ ഒരു ദിവസം മഹാനവറുകൾ ഓർത്തത്, വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ടവരാണ്. അന്നവിടെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞ ഒരു മനുഷ്യനെ കേട്ടപ്പോ ഹസൻ ബസ്രി തങ്ങൾ സ്വന്തം ഖാദിമിനെ വിളിച്ചിട്ടാണ് ഒരു കൊട്ട നല്ല മുന്തിയ ഈത്തപ്പഴം, ആഹാരം ബസ്രിയാണ് പറഞ്ഞില്ലേ, ബസ്രയ്ക്ക് ഈത്തപ്പഴം കയറ്റാന്നൊക്കെ പറയില്ലേ, നല്ല ഈത്തപ്പഴം കിട്ടുന്ന നാടാണ് ബസ്ര. നല്ല ഒരു കൊട്ട ഈത്തപ്പഴം എടുത്തിട്ട് പറഞ്ഞു, എന്റെ സുഹൃത്തെ, പൊന്നുമോനെ, എന്നെ ചീത്ത പറഞ്ഞ ആ സുഹൃത്തിന് കൊണ്ടുപോയി കൊടുക്കുക. അദ്ദേഹം ചോദിച്ചു, എന്താ ഇത് സംഗതി, ഞങ്ങൾ രണ്ട് പാർട്ടിക്കാരാണല്ലോ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന ആളുകളാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടല്ല. ഹസൻ ബസ്രി തങ്ങൾ അങ്ങോട്ട് പറയാറില്ല, ഇയാൾ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞതാണ്. അപ്പോൾ ചോദിച്ചു, എന്താ ഇത് സംഭവം? ഹസൻ ബസ്രി തങ്ങൾ എഴുത്തു കൊടുത്തിട്ടുണ്ട്, പൊന്നു സുഹൃത്തെ, നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ ഗീബത്തും നമീമത്തും ചീത്തയും പരിഹാസമൊക്കെ പറഞ്ഞപ്പോഴേ നിങ്ങൾ ചെയ്ത കുറേ സൽക്രമം എൻ്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത ഒരുപാട് ഉംറയും ഒരുപാട് നിസ്കാരവും ഒരുപാട് തറാവീഹും ഒരുപാട് നോമ്പും ഒക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു തന്നിട്ടുണ്ടാവും. അതിനിപ്പോ എന്തെങ്കിലും ചെറുത് അങ്ങോട്ട് പരിഹാരമായി തിരിച്ച് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണ്ടേ? എനിക്കിപ്പോ ഈ ഒരു കൊട്ട ഈത്തപ്പഴം എൻ്റെ കയ്യിലുള്ളൂ, അതങ്ങ് സ്വീകരിച്ചേക്ക്, വേറെ ഒന്നും എൻ്റെ അടുത്ത് തരാനില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഐഫോൺ 6 കൊടുക്കണം എന്നാ, അങ്ങനെ ഈപത്തൊക്കെ അങ്ങനെ ചീത്ത പറയുന്ന, അങ്ങനെ പരിഹസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, നല്ലൊരു ഉപകാരം ചെയ്തു കൊടുക്കണം എന്ന. കാരണം അവർ എത്രയോ വർഷങ്ങളായി ചെയ്ത നന്മയായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അത് വലിയൊരു പാഠമാണ്. അത് ചെയ്ത മഹാനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല. ഉദാഹരണം പറയാം, ഐഫോൺ 6 ഒക്കെ വേറെ എന്ത് കൊടുത്താലും മതി. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല ذكرت ذنبا أذنبته فبكيت.
ഞാൻ ചെയ്തു പോയ ഒരു പാപം ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. റമളാനിന്റെ പകലിൽ പാപമോചനത്തിന്റെ പകലാണിത്. തൗബയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന നേരമാണിത്. എല്ലാ ചെറുദോഷങ്ങൾക്കും വൻ ദോഷങ്ങൾക്കും തൗബ ചെയ്യൽ നിർബന്ധമാണെന്ന് ഇമാമുന നവവി റളിയല്ലാഹു തആല അൻഹു. ഏത് ചെറുതിനും വലുതിനും തൗബ ചെയ്യണമെന്നാണ്. توبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കരയുന്ന കരച്ചിലോ അൽ ബുകാഉ അലൽ ഖതീഅ യഹത്തുൽ ഖതായാ കമാ യഹത്തുർ റീഹുൽ വറഖൽ യാബിസ്. നല്ല കാറ്റടിച്ച് വീശുമ്പോൾ ഉണങ്ങിയ ഇലകൾ താഴെ പൊടിഞ്ഞു വീഴുന്ന പോലെ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് കരഞ്ഞാൽ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുമെന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഇങ്ങനെ കാറ്റടിച്ച് വീശുമ്പോൾ ഉണങ്ങി ഇല വീഴുന്ന പോലെ പണ്ടെന്നോ ചെയ്ത് തെറ്റ്, കോളേജ് പഠിക്കുന്ന കാലത്ത് എന്തോ കുരുത്തക്കേട് കാണിച്ചത്, അല്ലെങ്കിൽ അതിന് ശേഷം, അല്ലെങ്കിൽ വിദേശത്ത് പോയപ്പോഴ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് ഊട്ടിയിലേക്ക് ടൂറാന്ന് പറഞ്ഞ് ഇവിടെ ചെറുപ്പക്കാര് ബൈക്ക് എടുത്തിട്ട് പെരുന്നാക്കൊരു പോക്കുണ്ട് മൈസൂരിലേക്ക്. എന്തൊക്കെ കുരുത്തക്കേട് അവിടെ ചെന്ന് കാണിക്കണത് അല്ലാഹു അലം. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓർമ്മ വരെ, റബ്ബേ എന്തേ ഇപ്പൊ ഞാൻ എന്നാ ചെയ്തു കൂട്ടിയതൊക്കെ, റബ്ബേ പടച്ചോനെ പുറത്തുതാ, അല്ലാഹുവേ മാപ്പ് തരണേ. ചെയ്തു പോയ തെറ്റിനോർത്ത് സങ്കടപ്പെടുന്നത് ഒരുപാട് തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാണെന്നാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പഠിപ്പിക്കുന്നത്. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് കരയുന്നത് നമ്മുടെ മറ്റുള്ള തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. ഹസനുൽ ബസ്രി തങ്ങൾ ഒരു രാത്രി പൊട്ടിക്കരഞ്ഞ് ബഹളം വെച്ചത് വീട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണത്. ദക്കർതു ദംബൻ ഫബകൈത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവാണ്. ലോകം കണ്ട നീതിമാന്മാരായ ഭരണാധികാരികളിൽ ഉമർ തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന നേരത്താണ് വസല ഇലാ ഖൗലിഹി തആല, സൂറത്തു ഗാഫിറിലെ അല്ലാഹു പറയുന്ന നരകക്കാരെ പറയുന്ന ഒരു ഭാഗം എത്തിയിരിക്കുന്നു. ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. നരകവാസികളെ കഴുത്തിൽ ചങ്ങലകൾ വെച്ച് വലിച്ചിഴക്കപ്പെട്ടു കൊണ്ടുവരികയും നരകവാസികളുടെ കഴുത്തിൽ ചങ്ങലകൾ മുറുക്കി വെച്ച് അവരെ വലിച്ചു കൊണ്ടുവരികയും നരകത്തിൽ കൊണ്ടുപോയി യുസ്ജറൂൻ കത്തിക്കപ്പെടുകയും ചെയ്യും. സജറ, സിഗരറ്റിന് സീജാറ എന്ന് അറബിയിൽ പറയാ. സീജാറ സിഗരറ്റ്. സജറ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്ന യുസ്ജറൂൻ, നരകത്തിൽ അവരെ കത്തിക്കപ്പെടും എന്ന് പറഞ്ഞ ഭാഗം. യാ അല്ലാഹ്, അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇതൊന്നും അല്ലാഹു വെറുതെ പേടിപ്പിക്കാൻ പറയല്ലോ. അന്നാറു ഹഖ്ഖുൻ വഇന്നൽ ജന്നത ഹഖ്. സ്വർഗ്ഗം ഹഖാണ്, നരകം ഹഖാണ്. അല്ലാഹു അത് പടച്ചു വെച്ചിരിക്കുന്നു, ഇപ്പോഴും നിലവിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്ത് ഓതിയപ്പോഴാണ് സൂറത്ത് ഗാഫിർ മുഴുവനായി ഓതി തീർക്കാൻ കഴിയാതെ, മറ്റൊരു സൂറയിലേക്കും പോവാൻ കഴിയാതെ നേരം പുലരുന്നവരെ രാത്രിയിൽ ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ثم في الحميم ثم في النار يسجرون. നേരം പുലരുന്നവരെ ഓതിയിരുന്നത് ഈ രണ്ട് ആയത്തുകളാണ്. അത് ഓർത്തുകൊണ്ട് കരയുകയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ കലാമിൽ നരകത്തിന്റെ വിഷയങ്ങൾ പറയുന്ന, ഖിയാമത്തിന്റെ വിഷയങ്ങൾ പറയുന്നത് അധികവും അമ്മ സൂറത്തിന് താഴെയാണ്. നമുക്കൊക്കെ അറിയുന്ന ജുസ് അമ്മ സൂറത്ത് മുതൽ താഴെ ഖുർആനിന്റെ 30-ാമത്തെ ജുസ് ലോകാവസാനം ചർച്ച ചെയ്യുന്ന ഭാഗമാണ്. അതൊരു വലിയൊരു റിട്ടോറിക് ബ്യൂട്ടി ഉണ്ട്. ഖുർആൻ അവസാനിക്കുന്നത് ലോകാവസാനത്തെ കുറിച്ചാണ്. രണ്ടും അവസാനമാണ്, ലോകാവസാനത്തിന്റെ അനുഭവങ്ങളാണ് ഓരോ സൂറയും. അൽ ഖാരിഅതു മൽ ഖാരിഅ, പ്രകമ്പനമുള്ള ഘോരമായ ശബ്ദത്തോടുകൂടെ മഹാവിസ്ഫോടനം നടക്കുമ്പോൾ അല്ലാഹു തആല പറയാ അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു النാസു കൽ ഫറാശിൽ മബ്ഥൂസ്. പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഗ്രാവിറ്റി പോലും നഷ്ടപ്പെട്ടുകൊണ്ട്
മനുഷ്യന്മാർ പരുത്തി പറക്കുന്ന പോലെ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് ഗ്രാവിറ്റി നഷ്ടപ്പെട്ട് പറന്നു പോകുന്ന അള്ളാഹുവിന്റെ ഭയാനകമായ ഈ പ്രപഞ്ചത്തിൽ അവൻ വരുത്തി വെക്കുന്ന അന്ത്യനാളിന്റെ പ്രകടമായ അടയാളങ്ങളെ ഓരോന്നും കണിശമായി വിവരിക്കുന്ന സൂറത്തുകൾ അവിടെയുണ്ട്. പേടി വരാറുണ്ടോ അതൊക്കെ ഓർക്കുമ്പോ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها. അല്ലാഹുവിന്റെ ഭൂമിയിൽ നിരന്തരമായ ഭൂകമ്പം നടക്കുമ്പോൾ, തുർക്കിയിലെ ഭൂകമ്പം നമ്മൾ പറയാ തുർക്കിയിലല്ലേ, ഇറാനിൽ ഭൂകമ്പം, ഇന്തോനേഷ്യയിൽ സുമാർത്തയിൽ, ഇനി അതല്ല കോഴിക്കോട് ഭൂകമ്പം, ഫറൂഖിൽ ഭൂകമ്പം, പെരുമുഖത്ത് ഭൂകമ്പം, ഒലിപ്രങ്കടവില് ഭൂകമ്പം, കടലുണ്ടി നഗരത്തിൽ, കടലുണ്ടിയിൽ, പരപ്പനങ്ങാടിയിൽ, ചെട്ടിപ്പടിയിൽ, ഇങ്ങനെ അങ്ങ് ആലോചിച്ചു. അങ്ങനെയാ ഖിയാമത്ത് നടക്കുക. സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. മനുഷ്യന്മാർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു രംഗം, ഭൂമിയാകെ പ്രകമ്പനം കൊണ്ട് ഇളക്കി മറിക്കപ്പെടുന്നൊരു നേരം, എല്ലായിടത്തും ഭൂകമ്പം. ഇതൊക്കെ പറയുന്ന സൂറത്തുകൾ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്, എത്രയാ ഓതിപ്പോകുന്നത്? ഹൃദയത്തിനുള്ളിലേക്ക് അങ്ങനെ ഒരു ഭയപ്പാട് വരാറുണ്ടോ? അള്ളാഹുവിന്റെ വചനങ്ങളല്ലയോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്? ആ വചനങ്ങൾ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മളതിന്റെ ആശയം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടോ? ഇതാണ് വിഷയം. ഇതിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ ഫിൽ ഹമീമി സുമ്മ ഫിന്നാരി യുസ്ജറൂൻ. ഈ രണ്ട് ആയത്തുകളിൽ ഒരു രാത്രി മുഴുവനും ചെലവഴിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമല്ലയോ നമ്മളെ ഇരിക്കുന്ന റമദാൻ? ഖുർആൻ ഇറങ്ങിയ മാസല്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. റമദാനിന്റെ അവസാനത്തെ രാവിലാണല്ലോ, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ഒരു രാത്രിയിലാണ്, ഖദറിന്റെ രാവിലാണ് അല്ലാഹുവിന്റെ കലാം ഏഴാനാകാശത്തിനപ്പുറത്ത് കിടക്കുന്ന ലൗഹൽ മഹ്ഫൂദ് എന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് അല്ലാഹു കൊണ്ടുവന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഭൂമിയിലേക്ക് വന്നതല്ല. ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ചല്ല ആ സൂറത്തിൽ പറയുന്നത്. ഭൂമിയിലേക്ക് വന്നത് റമദാനിലാണ്. പക്ഷേ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന സൂറത്തുകൾ, വിശുദ്ധമായ സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 ആയത്തുകൾ കൊണ്ട് ഇറക്കി കൊടുക്കുന്നത് റമദാനിൽ തന്നെയാണ്. പക്ഷേ 27-ാം രാവിനല്ല, റമദാനിന്റെ 24-ാം രാവിലാണ് ഇഖ്റ നിബിധങ്ങൾക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഖുർആൻ ഒന്നാകെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഒന്നി നിന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഒന്നിലേക്ക് എത്തിയാൽ ഭൂമിയിലേക്ക് എത്തിയതുപോലെയല്ലേ? ലാൻഡ് ചെയ്താ പറയില്ലേ നാട്ടിലെത്തി, ഇവിടുന്ന് പിന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ വയനാട്ടിലേക്ക് എത്താനുണ്ടാവും ചിലപ്പോൾ ഒരു പാസഞ്ചർക്ക്. അപ്പോ എന്നാലും പറയും നാട്ടിലെത്തി. ഇന്നാ അൻസൽനാ, 1-ാം ആകാശത്തെത്തിയില്ലേ, അവിടുന്ന് ഭൂമിക്ക് അവിടുന്ന് വരുന്ന ദൂരല്ലല്ലോ ലൗഹുൽ. അതുകൊണ്ടാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലല്ല, അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷേ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിൽ അല്ലെങ്കിലും വിശുദ്ധ റമദാനിൽ തന്നെയാണ്. റമദാൻ 24-ന് ഖുർആൻ ഇറങ്ങി. ആ വിശുദ്ധമായ ഗ്രന്ഥം നമ്മൾ പരിചയപ്പെടുമ്പോൾ, ആയത്തുകൾ ഓതിപ്പോകുമ്പോൾ ചില ആയത്തുകൾ നിർത്തി ഒരുപാട് തവണ ആവർത്തിച്ച് ഓതുന്ന കാര്യങ്ങളെ കാണും. ചില ഓതുന്ന ഖിറാഅത്തിന്റെ ആലിമീങ്ങൾ ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് അവർ ഓതിക്കൊണ്ടിരിക്കും. അർത്ഥമറിയുമ്പോൾ കരച്ചിൽ വരും, തൊണ്ടയിടറും, പൊട്ടിക്കരയാൻ തോന്നും. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ ഫബ്കൂ, നിങ്ങളൊന്ന് കരയണേ. ഇത് തങ്ങൾ പറയുകയാണ് വഇല്ലം തബ്കൂ ഫതബാകൂ, കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കരയുക തന്നെ വേണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ വചനം ഓതുമ്പോൾ കരയാൻ പറഞ്ഞിട്ടുണ്ട്. കരച്ചിലിന്റെ രീതിയിലാണ് ഖുർആനിന്റെ പാരായണം നടക്കുന്നത്. അപ്പോഴാണ് ഖൽബിന്റെ ഉള്ളിലേക്ക് ആ ആശയങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മുടെ ഹൃദയം ഭൗതികമായ ചിന്തകളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ ഭൗതികതയിൽ നിന്ന് അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അഭൗതികമായ അല്ലാഹുവിന്റെ കലാമ് തന്നെ ഇടപെടണം. അപ്പോഴാണ് ഖൽബിന് അല്ലാഹു സമാധാനം നൽകുന്നത്.